ഇതാണ് ഞാൻ പറഞ്ഞ സ്വപ്നത്തിൽ. ഇഷ്ടമായ വർഷയ്ക്ക്? ഇത്ര മനോഹരമായിട്ടൊരു സ്ഥലം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ ചെരുപ്പ് ഇവിടെ ഇടാം. ഇവിടെ പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും നടക്കുന്ന പറയാറ്. മനസ്സിലെ വേദന ഉണ്ടാക്കുന്ന കാര്യം മറക്കാനും ഇവിടുത്തെ പ്രാർത്ഥന മതി. ഈശ്വര, നേടാനല്ല നഷ്ടമാകണേന്നാ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്റെ മനസ്സിൽ നിന്ന് അവൻ പ്രാർത്ഥിക്കേ, നമ്മൾ ഒരിക്കലും പിരിയരുത് എന്ന് പ്രാർത്ഥിക്കേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ പിറന്നെടുക്കുന്ന എല്ലാ ജന്മത്തിലും കൂട്ടായിട്ട് ഇവിടെ തന്നെ തന്നേക്കണേ ഭഗവാനെ. ശ്യാമേ, വേണ്ട. ഞാനിന്ന് വേറൊരാളുടെ വർഷ, എന്തു പറ്റി? പ്രാർത്ഥിച്ചോ? സ്വന്തമാക്കാനോ നഷ്ടപ്പെടുത്താനോ? അതെന്താ അങ്ങനെ? അല്ല, പെണ്ണിന്റെ മനസ്സ് അങ്ങനെയാണെന്നാ പറയുന്നത്. സ്വന്തമാക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ അവള് നഷ്ടമാക്കാനേ പ്രാർത്ഥിക്കൂ. മുഖം വാടിയോ? എടോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. വർഷയ്ക്കറിയോ, ഇതൊരു വലിയ തുരുത്തായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ സ്വപ്നങ്ങൾ നടത്തിക്കൊടുത്തൊരു വലിയ തുരുത്ത്. കായലിന്റെ വെള്ളപ്പൊക്കത്തിൽ ഈ തുരുത്തിന്റെ കുറച്ചു ഭാഗം ഒലിച്ചുപോയി. കാതോർത്താൽ ഇവിടുത്തെ കാറ്റ് കഥ പറയുന്ന കേൾക്കാൻ പറ്റുമെന്നാ പഴമക്കാര് പറയുന്നത്. കൊള്ളാം, കഥ പറയുന്ന കാറ്റോ? ശ്രദ്ധിച്ചു കേൾക്ക്. കാറ്റെന്തോ പറയുന്നില്ലേ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ? ഇന്ന് വർഷയുടെ ജന്മദിനമോ? വർഷയെ പരിചയപ്പെട്ട ശേഷം ഞാൻ അവൾക്ക് ആശംസകൾ പറയാത്ത ആദ്യത്തെ ജന്മദിനം. ഞാൻ ഗിഫ്റ്റ് സമ്മാനിക്കാത്ത ആദ്യത്തെ പിറന്നാൾ. ശ്യാമേ, നിങ്ങളെന്നും ഒന്നിച്ചുണ്ടാവൂന്നാ ഞങ്ങൾ വിശ്വസിച്ചത്. എല്ലാം തകർന്നു. നീയുമായിട്ട് ചേർന്നുള്ള കമ്പൈൻ സ്റ്റഡിക്കല്ല ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്.
എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് ഒന്നാക്കാനാ. ആ അളിയ പലതവണ പറഞ്ഞതാ. ദേ നീ ഒരു വാക്ക് പറഞ്ഞാ മതി, പറയുന്ന സ്പോട്ടിൽ വർഷയെ ഞങ്ങൾ എത്തിച്ചിരിക്കും. വേണ്ടടാ, പ്രണയിക്കാൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. തിരിച്ചവളെന്നെ പ്രണയിക്കണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നിർബന്ധിച്ച് വർഷയെ സ്വന്തമാക്കാൻ ഞാൻ തയ്യാറില്ല. ഈ ലോകത്തിന്റെ ഏത് കോണിൽ ആരോടൊപ്പം ആയാലും വർഷ സന്തോഷത്തോടെ ജീവിക്കട്ടെ. എടാ, വീടും കുടിയും വിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാ. വർഷയെ തട്ടിക്കൊണ്ടു വന്നാലുണ്ടാകുന്ന പുകലോർത്തൊന്നും നീ ടെൻഷൻ ആകണ്ട. അതേടാ, ഒരു ജീവി പോലും കണ്ടുപിടിക്കാതെ ഒളിച്ചു കഴിയാനുള്ള ഇടവും ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം. തൽക്കാലം അതിന് വേണ്ടുന്ന ചെലവ് ഞങ്ങൾ വഹിച്ചോളാം. നീ വർഷയോടൊപ്പം ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. എടാ, വീട്ടിൽ മുത്തശ്ശി എപ്പോഴും പറയും, ഉറങ്ങുന്നവനെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല. അതാണ് നിന്റെ അവസ്ഥ. ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടതിനെ കൈവിടാതെ നോക്കിയാ നിനക്ക് കൊള്ളാം. ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റൂ. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് വെച്ച് എന്റെ ഹൃദയത്തിന്റെ ഉടമയെ തീർന്നുള്ള പിറന്നാൾ കേക്ക് മുറിക്കുന്നു. എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമാണ്. വന്ദന ഇങ്ങനെ വീടിനുള്ളിൽ കടന്നു. മെയിൻ ഗേറ്റിൽ കൂടി അവൾ അകത്തേക്ക് പോയിട്ടില്ലെന്ന് സെക്യൂരിറ്റി ആണയിട്ട് പറയുന്നു. പിന്നെങ്ങനെ അവള് പിന്നാമ്പുറത്തെത്തി? സെക്യൂരിറ്റി പറയുന്ന ഒന്നും വിശ്വസിക്കണ്ട. അയാളിരുന്ന് ഉറങ്ങിയ സമയം നോക്കി അവൾ അകത്ത് കിടന്നിട്ടുണ്ടാവും. അങ്ങനെ ഡ്യൂട്ടിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരാളല്ല സെക്യൂരിറ്റി. മാത്രമല്ല, മുൻവശത്തെ ക്യാമറയിലൊന്നും അവള് കയറി പോകുന്ന കണ്ടിട്ടുമില്ലല്ലോ. അവള് പുറകിലുള്ള മതിൽ ചാടി കടന്നിട്ടുണ്ടാവുന്ന എന്റെ ബലമായ സംശയം. മതില് ചാടി കടക്കാനോ? അതിനുള്ള പ്രാപ്തിയൊന്നും വന്ദനയ്ക്കായിട്ടില്ല. എന്തായാലും അവൾ ദിയമോളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. തരം കിട്ടിയാൽ അവൾ ദിയമോളെ കൊണ്ടുപോയിരിക്കും. അതുണ്ടാകരുത് മോളെ. ഈ അസത്തിനെ പിടിച്ച് മുറിയിൽ പൂട്ടിയിടണം. പുറം ലോകം കാണിക്കരുത്. അതേ ഉള്ളു പോംവഴി. പതുക്കെ എനിക്ക് ഇക്കളിയാവുന്നു. ആ നാശൂർണം പിടിച്ചവളെ സ്വപ്നം കാണുന്നതാ. ഇവളുടെ സ്വപ്നത്തിൽ പോലും വരാൻ അവളെ അനുവദിക്കരുത്. പതുക്കെ എനിക്ക് ഇക്കളിയാവുന്നു. എന്താടി നോക്കുന്നേ? വന്ദനാമ്മ എവിടെ? വന്ദനാമ്മേനെ ഇക്കളിയാക്കി. മേലിൽ ആ പേര് ഇവിടെ ഉച്ചരിച്ചു പോരുത്. അവളെ കാണാനോ കൊഞ്ചാനോ നിൽക്കരുത്. അവളെന്റെ രാജീവേട്ടന്റെ മോളാ. അത് മറന്നുപോകാൻ പാടില്ല. കുറച്ചൊക്കെ സ്നേഹവും പരിഗണനയും കൊടുക്കണം ദിയമോക്ക്. അയ്യോ രാഗി, ക്ഷോഭിക്കാതെ. അവളെ ഒന്ന് വിരട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ.
എനിക്ക് ദിയ മോളെ എന്തിഷ്ടമാണെന്നറിയോ? കുട്ടികളില്ലാത്ത എനിക്ക് ഇവള് സ്വന്തം മോളെ പോലെയാ. എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ. വന്ദന അവളെ മയക്കി എടുക്കൂന്ന് ഭയന്ന് ഞാനില്ലാത്തതും പൊല്ലാത്തതും ഒക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ദിയമോള് എനിക്ക് പ്രാണനാ മോളെ. ദിയെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണ്ടേ? ഇതൊക്കെ തന്നെയാണ് അവൾക്കുള്ള വിദ്യാഭ്യാസം. അത് പോരാ, അവൾക്ക് അവളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. തീർച്ചയായും വേണം. പക്ഷേ ദിയെ സ്കൂളിൽ അയച്ചാൽ വന്ദൻ സ്കൂളിൽ നിന്ന് അവളെ തട്ടിക്കൊണ്ടുപോയാലോ? അത് അപകടമാണ്. അതുകൊണ്ടാ സ്കൂളിൽ വിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതും ശരിയാണ്. പിന്നെന്ത് ചെയ്യും? മിടുക്കരായ അധ്യാപകരെ വരുത്തി ഇവിടെ വെച്ച് ഇവർക്ക് ട്യൂഷൻ കൊടുക്കാം. പരീക്ഷയ്ക്ക് മാത്രം സ്കൂളിൽ പോയാൽ മതിയല്ലോ. എന്നാ അങ്ങനെ ആക്കാം. മോളകത്ത് വയ്ക്കാം. എന്തുപറ്റി വർഷേ? പെട്ടെന്ന് മൂഡ് ഓഫ് ആയല്ലോ. എന്താ ആലോചിച്ചത്? എന്റെ പിറന്നാളിന് ഒരുക്കങ്ങളുമായി അച്ഛനും അമ്മയും അവിടെ കാത്തിരിക്കായിരിക്കും. അതോർത്തപ്പോ വർഷേ, എന്റെ കൂടെ ഉള്ളപ്പോ നമ്മള് മാത്രമായിട്ടുള്ള ഒരു ലോകം മതി. ആ ലോകത്ത് ഈ തുരുത്തിലെന്ന പോലെ നീ ഞാനും മാത്രം. ഇവനിത് എവിടെ പോയി കിടക്കുന്ന? മുറുക്കാൻ അതിന്റെ പരുവത്തിന് ഇടിച്ചു കൂട്ടാൻ വിനു തന്നെയാ മിടുക്കൻ. നീ എന്താ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? വന്ദനെ ഒന്നും പറയാതെ ഇത് എങ്ങോട്ടാ പോയത്? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഓ, അതാണോ കാര്യം? വന്ദന ദിയമോളെ കാണാൻ പോയതല്ലേ? അവൾ എന്നോട് ചോദിച്ചിട്ടാ പോയേ. ദിയമോളെ കാണാനോ? എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ അതിന് സമ്മതിച്ചത്? അവൾ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോയത് അത്ര വലിയ തെറ്റാണോ? ചന്ദ്രികേ, ഇവിടെ വളരാനുള്ള കുഞ്ഞാ അത് മറക്കണ്ട. അമ്മേ, എനിക്ക് വലുത് എന്റെ മകളുടെ ജീവിതമാ. ആ രാഖയും ഭർത്താവും എന്തിനും മടിക്കാത്തവരാ. ഈശ്വര, എന്റെ കുഞ്ഞിനെ ആപത്തൊന്നും വരുത്തരുത്. അമ്മയ്ക്ക് അവളോട് പോകണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല ചന്ദ്രികേ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ഇനി പോലീസ് കേസും അതുപോലുള്ള പുകലുകളും വന്നാ നമ്മൾ എന്ത് ചെയ്യും? അന്നത്തെ കുഴപ്പങ്ങളൊക്കെ അവള് നേരിട്ട് കണ്ടതല്ലേ. എന്നിട്ടെന്താ അവൾ ഇങ്ങനെ? എത്ര വന്നാലും പഠിക്കില്ല എന്ന് വെച്ച്? ദൈവമേ, മാധവേട്ടൻ ചോദിക്കുമ്പോ ഞാൻ ആ മനുഷ്യനോട് എന്തു പറയും? വീണ്ടും സ്വിച്ച് ഓഫ് തന്നെ പറയണത്. ഭഗവാനെ, മാധവേട്ടനോട് ഞാൻ ഇനി എന്തു പറയും?
എന്റെ ദൈവമേ. വന്ദനെ, എന്റെ ഗുരുവായൂരപ്പ, നീ കാത്തു. ചന്ദ്രിക അവളിങ്ങി എത്തിയല്ലോ, നീ ഒന്ന് സമാധാനിക്കേ. എന്റെ ഭഗവാനെ. വന്ദനാമേ, എന്നെ കാണാൻ അച്ഛനും അച്ഛമ്മ ഇതുവരെ വന്നില്ല. എന്നെ ഇവരിവിടെ ഇട്ട് കൊല്ലും വന്ദനാമേ. മോളെ, എന്തിനാ മോളെ കരയുന്നേ? പോയിട്ട് ദീമോളെ കണ്ടില്ലേ? കണ്ടു. എന്റെ കുഞ്ഞവിടെ നരകയാതന അനുഭവിക്കാണമ്മേ. 4-5 പേര് ചെയ്യുന്ന പണി ദീമോൾ ഒറ്റയ്ക്ക് ചെയ്യണം. വിശപ്പടക്കാൻ ആ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും ഒരു കൊടുക്കില്ല. കോടീശ്വരിയായ പാവത്തിന് തെണ്ടി നടക്കുന്ന തെരുവ് കുട്ടിയുടെ വേല പോലും അവിടെ ആരും കൊടുക്കുന്നില്ല. കുഞ്ഞിന് മാസപ്പിറന്നാളിന്റെ പ്രസാദം കൊടുക്കാൻ പോലും ആ നാടകത്തള സമ്മതിച്ചില്ല. ക്ഷേത്രത്തിലെ പ്രസാദം തട്ടിത്തെറിപ്പിച്ച അതിന്റെ ഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യും. എല്ലാം ദൈവം കാണുന്നുണ്ട് മോളെ. ദൈവമോളോടുള്ള നിന്റെ ഈ സ്നേഹം ഒരു ദൈവങ്ങളും കാണാതെ പോകില്ല. അമ്മ, ദൈവമോളെ എനിക്ക് വളർത്തണം. അതിനുള്ള അവകാശം കിട്ടാൻ ഞാൻ ഏത് കോടതിയിൽ അമ്മ പോണ്ടത്? പോലീസ് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല മോളെ. ആ CI പോലും അവരുടെ ആളാ. അയാൾ അവരുടെ കൂടെ നിൽക്കും. പിന്നെ ഞാൻ ദൈവമോളെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അമ്മ? എല്ലാത്തിലും വലുത് ദൈവത്തിന്റെ കോടതിയാ മോളെ. നിനക്ക് അനുകൂലമായൊരു വിധി മോളിന്ന് തന്നെ വരും. ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. മോള് വിഷമിക്കണ്ട. മോളെ, വിഷമിക്കാതെ മോളെ. കല്യാണം മുടക്കിയിട്ടാണെങ്കിലും അവളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്താന്ന് പറഞ്ഞതല്ലേ അവനോട്? അപ്പൊ അവന് വേണ്ട. ശരിയാണ്. വർഷയെ മറക്കുന്നു എന്ന് പറയുന്തോറും അവൻ വർഷയോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് അപകടമാ. എന്ത് മാർഗം ഉപയോഗിച്ചിട്ടായാലും ശ്യാമിനെ വർഷം ഒന്നിപ്പിച്ചേ പറ്റൂ. ശ്യാമിനെ കൊണ്ട് കുഴി ചാടിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? എന്ത് കാര്യലാഭമാ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാവുന്നേ? അത് അമ്മേ, ഈ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അകത്ത് ജീവശവമായി ഇരിക്കുന്ന ശ്യാമിന്റെ മുത്തച്ഛനെ നിങ്ങൾ കണ്ടതല്ലേ? കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിലെ ഒരു പെണ്ണ് തന്നിഷ്ടത്തോടെ ഇറങ്ങിപ്പോയി. ആ ഷോക്കില് ശ്യാമിന്റെ മുത്തച്ഛൻ ഈ അവസ്ഥയിലായത്. പ്രേമിച്ചിറങ്ങിപ്പോയ പെണ്ണ് വേറാരുമല്ല, ശ്യാമിന്റെ സ്വന്തം അപ്പച്ചിയ. അന്നു മുതല് പ്രേമം എന്ന ഒരു വാക്ക് ഇവിടെ ശബ്ദിച്ചു പോകരുതെന്ന് ഉത്തരവിട്ടിരിക്കുക ശ്യാമിന്റെ അച്ഛൻ.
ശ്യാമിന് ഒരു പ്രേമം ഉണ്ടെന്നെങ്ങാനും അദ്ദേഹം അറിഞ്ഞ അതോടെ തീർന്നു. ശ്യാമിനെ മാത്രമല്ല, അതിന് കൂട്ടു നിൽക്കുന്ന കൂട്ടുകാരായ നിങ്ങളെയും കൊന്നു കുഴിച്ചു മൂടും അദ്ദേഹം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇത്തരം സംസാരമൊന്നും വേണ്ട. ദയവ് ചെയ്ത് കൂട്ടുകാരെന്ന നിലയിൽ അവനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറ്റാൻ നോക്ക്. അല്ലാതെ ഈ കുടുംബത്തിൽ ഇനി ഒരു ഭൂകമ്പം കൂടി ഉണ്ടാക്കരുത്.